ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ജനസഹസ്രങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന കർത്താവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ വിരുന്നിൽ പങ്കെടുത്ത ജനം ക്രിസ്തുവിനെപ്പറ്റി വലിയൊരു സാക്ഷ്യം പറഞ്ഞു. 6-ാം അധ്യായം 14-ാം വാക്യം. ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന പ്രവാചകൻ സത്യമായിട്ടും ഇവനാണ്. അപ്പം തിന്നുവാനും അത്ഭുതം കാണുവാനും ഓടിക്കൂടിയ ജനങ്ങളോട് പിന്നീട് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ സുവിശേഷം ക്രിസ്തു പങ്കുവച്ചു. അപ്പോൾ ശ്രോതാക്കൾക്കിടയിൽ ഭിന്നതയും വിരുദ്ധതയുമാണ് ഉണ്ടായത്. 6-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദന്മാർക്കിടയിൽ വലിയ തർക്കമുണ്ടായി. എങ്ങനെയാണ് തന്റെ ശരീരം ഭക്ഷണമായി തരാൻ ഇവന് കഴിയുക? അവർ പരസ്പരം ചോദിച്ചു. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഇത് കഠിന വചനമാണ്. ഇത് ശ്രദ്ധിക്കാൻ ആർക്കാണ് കഴിയുക? അതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ അധികം പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. ജനങ്ങൾ തന്നെ വിട്ടുപോയത് ക്രിസ്തുവിനെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഒടുവിൽ കാൽവറി യാത്രയിലും ശിഷ്യന്മാരെല്ലാം ഉപേക്ഷിച്ചുപോയി. പാപപരിഹാര ബലിക്കായി കാൽവറിയിലേക്ക് ഏകനായി കുരിശ് ചുമന്ന് നടന്നപ്പോഴും ക്രിസ്തു ആരോടും പരിഭവവും പരാതിയും പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള തിരസ്കരണത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? കുടുംബത്തിലും ദാമ്പത്യത്തിലും പേരന്റിങ്ങിലും ഇടയത്ത ശുശ്രൂഷയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒറ്റപ്പെടൽ, അവഗണന, വെറുപ്പ് തുടങ്ങിയ ദുരനുഭവങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളിൽ പലരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന നിഷേധാത്മകവും വൈകാരികവുമായ പ്രതികരണങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന 3 സുരക്ഷിത സമീപനങ്ങൾ ബൈബിൾ പറഞ്ഞു തരുന്നുണ്ട്. 1. പ്രതിസന്ധികളിൽ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ, മഹത്വപ്പെടുത്തുന്നതിലൂടെ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ചങ്ങലകളാൽ ബന്ധിതനായ പൗലോസ് കാരാഗൃഹത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ വിവരണമുണ്ട്. സുവിശേഷത്തിനു വേണ്ടി പീഡനമേറ്റ് കാരാഗൃഹത്തിലായതിനെപ്പറ്റി പൗലോസിന് യാതൊരു പരാതിയും പരിഭവങ്ങളുമില്ല. പൗലോസും ശീലാസും രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് പാടി. 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ.
അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാ ജീവിത ദുരന്തങ്ങളും ദൈവം അറിഞ്ഞും അനുഭവിച്ചും വരുന്നതാണെന്നും അതിൻ്റെയൊക്കെ പിന്നിൽ പല ദിവ്യ ഉദ്ദേശങ്ങളുണ്ടെന്നും വിശ്വസിക്കുമ്പോൾ മനസ്സിലെ വൈകാരിക പ്രതിസന്ധികളെ ദൈവം ശാന്തമാക്കും. പോസിറ്റിവിറ്റി നിഷേധ ചിന്തകളെ ദുർബലമാക്കും. ദൈവം നൽകുന്ന ഈ ആന്തരിക സൗഖ്യം മനുഷ്യ ചിന്തകൾക്കൊക്കെ അതീതമായ വിസ്മയമാണ്. 2. കഴിഞ്ഞ കാലങ്ങളിലെ പ്രതിസന്ധികളിൽ ദൈവം അത്ഭുതകരമായി നടത്തിയത് ഓർക്കുമ്പോൾ മനസ്സിൽ പ്രത്യാശയും സമാധാനവുമൊക്കെ നിറയും. ദൈവത്തിൽ നിന്ന് അനുഭവിച്ച നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും സാന്ത്വനവും ദാവീദ് അനുഭവിക്കുമായിരുന്നു. 34-ാം സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ അത് കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. വരൂ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ജീവിത ദുരിതങ്ങളിൽ കരുതുകയും കാക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ ദാവീദിന്റെ ആന്തരിക മുറിവുകളും പ്രതിസന്ധികളുമൊക്കെ ദൈവം സൗഖ്യമാക്കി. അതുപോലെ നമ്മളും ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴും മുറിവേൽക്കുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ കൈപിടിച്ചു നടത്തിയ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ ദൈവം നമുക്ക് സൗഖ്യവും സാന്ത്വനവും സമാധാനവും നൽകും. 3. പ്രതികൂലതകളിലും നഷ്ടങ്ങളിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം സംതൃപ്തി നൽകും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും ബന്ധങ്ങളുടെ തകർച്ചയും സംഭവിക്കുമ്പോൾ പലരും വിശ്വാസത്തിൽ ഇടറിപ്പോകാറുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെടാറുണ്ട്. യോബിന്റെ ഭാര്യയെപ്പോലെ ഇനി ദൈവത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുവാനില്ല എന്ന നിഷേധചിന്തയുടെ കയങ്ങളിൽ പലരും മുങ്ങിപ്പോകാറുണ്ട്. പ്രതികൂലതകളിലും ദൈവത്തിന് സാധ്യതയുടെ വാതിലുകൾ തുറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ സാക്ഷ്യം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതെയായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും.
സാധ്യതകൾ അസ്തമിച്ച ജീവിത സാഹചര്യങ്ങളിലും അനന്ത സാധ്യതകളുടെ തമ്പുരാനായ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. നിരാശയുടെയും നിഷേധചിന്തകളുടെയും കല്ലറയായി മാറിയ മനസ്സിൻ്റെ വാതിൽ നമ്മൾ ദൈവത്തിന് തുറന്നു കൊടുത്താൽ പ്രത്യാശയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം സാധ്യമാക്കും. പുതിയൊരു മെന്റൽ സെറ്റ് ദൈവം റീസെറ്റ് ചെയ്യും. മോശയും ഏലിയാവും ദാവീദും പത്രോസുമൊക്കെ നിരാശയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിയപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം അവരെ കൈപിടിച്ചുയർത്തി. ആത്മധൈര്യത്തിൻ്റെ പ്രത്യാശയുടെ ഉറച്ച പാറമേൽ കാലുറപ്പിച്ച് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ കഷ്ടനഷ്ടശോധനകളിലും ഒറ്റപ്പെടലിലും സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ തിരുവചനം നിർദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1. പ്രതികൂലതയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മനോഭാവം നിലനിർത്തുക. 2. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. 3. നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രതിസന്ധികളിൽ ഇടറിപ്പോകാതിരിക്കാനും ദൈവം ഇടപെടുന്നതുവരെ പ്രത്യാശയോടെ കാത്തിരിക്കാനും ഈ സമീപനങ്ങൾ നമുക്ക് സഹായകമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, പ്രിയരെല്ലാം കൈവിടുമ്പോൾ, ജീവിതം പ്രതികൂലമായി തീരുമ്പോൾ, ഒരു നാളും ഉപേക്ഷിക്കാത്തവനും കൈവിടാത്തവനുമായ അവിടുത്തെ വിസ്മയ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കാനും പ്രത്യാശയോടെ പ്രാർത്ഥന തുടർന്ന് കാത്തിരിക്കാനും സഹായിക്കണമേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള പാപപ്രവണതകളും ആസക്തികളുമാണ് കാരണമെങ്കിൽ അവയെ തിരുത്തുവാനുള്ള വിനയവും പശ്ചാത്താപവും മാനസാന്തരവുമൊക്കെ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ ശക്തരാക്കുന്ന കർത്താവിൽ ശക്തരാക്കപ്പെട്ട് സധൈര്യം മുന്നോട്ടു പോകാൻ കൃപാവരങ്ങൾ നൽകി നാഥ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തുവേശുവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.